നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. അശ്വതി എന്നാണ് അവരുടെ പേര്. അവരവരുടെ ഒരു ബന്ധു വീട്ടിൽ പോയപ്പോൾ ഒരു ലക്ഷ്മി വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അതങ്ങനെ കണ്ടു. തിരികെ വീട്ടിലെത്തിയിട്ടാണ് വിളിച്ച് ചോദിച്ചത്. കാരണം സാധാരണ എല്ലാ വീടുകളിലും അങ്ങനെ നിലവിളക്ക്, അതും പല വലുപ്പത്തിലൊക്കെ ഉണ്ടായിരിക്കും. ഇവരുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് കൊളുത്തിയിട്ട് കാണാറുള്ളത്. അപ്പോൾ ഈ ലക്ഷ്മി വിളക്ക്, ഒരു പ്രത്യേകതയുള്ള വിളക്ക് കണ്ടപ്പോൾ വിളിച്ച് ചോദിച്ചതാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്തിനാണ് അങ്ങനെ കൊളുത്തി വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ അവരൊന്നും പറയൊന്നും ചെയ്തില്ല അത്രേ. അപ്പോൾ നിർബന്ധിച്ചപ്പോഴാണ് പറഞ്ഞതെന്ന്. അതായത് ലക്ഷ്മി വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം കൂടുതൽ ഉണ്ടാകുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. കാരണം ഇവരും കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ലക്ഷ്മി വിളക്കിൻ്റെ പ്രാധാന്യം എന്താണ്? ലക്ഷ്മി വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ഐശ്വര്യവർദ്ധനവ് ഉണ്ടാകുമോ? അതായത് സാധാരണ നിലവിളക്ക് കൊളുത്തുന്നതിനേക്കാൾ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഐശ്വര്യവർദ്ധനവ് ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയൂ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് തന്നെ പറയാം കേട്ടോ. എന്താണ് ലക്ഷ്മി വിളക്കെന്നും എങ്ങനെയാണ് അത് കൊളുത്തേണ്ടതെന്നും അങ്ങനെ കൊളുത്തി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഐശ്വര്യ വർദ്ധനവ്, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുമോ എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ആ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരങ്ങൾ പറയാം കേട്ടോ. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭഗവാൻ ഇന്നലെ മുട്ടുകുത്തി നിൽക്കുന്ന ഭാവത്തിലായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്കിത് കണ്ടപ്പോൾ ഒരു കുറുമ്പനായിട്ടുള്ള ഉണ്ണിയായിട്ടാണ് തോന്നിയത് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്നറിയോ? സാധാരണ ഭഗവാനെ വെണ്ണ, ഇപ്പോൾ യശോദാമയോ ഗോപികമാരോ ആരെങ്കിലും കുറച്ച് വെണ്ണയൊക്കെ കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു എന്ന് വിചാരിക്കും. അതവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് വാരി കഴിക്കുകയല്ലേ ചെയ്യാം. പക്ഷെ ഇന്നലെ ഭഗവാൻ എങ്ങനെയാണ്? ഇരിക്കുമല്ല, നിൽക്കുമല്ല. ഇതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു രീതിയിലാണ് മുട്ടുകുത്തി നിൽക്കുക. അതായത് എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം, ഓടി രക്ഷപ്പെടണം എന്നുള്ള ഒരു ഭാവം ഉണ്ടല്ലോ, ഒരു കുസൃതി നിറഞ്ഞ ഭാവം. അങ്ങനെയായിട്ടാണ് തോന്നിയത് കേട്ടോ. വലത്തെ കയ്യിൽ വെണ്ണൂരുളയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം വെണ്ണ മോഷ്ടിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും വരുന്നതിന് മുൻപായിട്ടും ഓട്ടി രക്ഷപ്പെടണമല്ലോ, അതാണ് ഇരിക്കുകയും നിൽക്കുകയും ചെയ്യാത്തത്. മുട്ടുകുത്തിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. നല്ല മനോഹരമായിട്ട് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഭഗവാനെ. കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമൊക്കെ തോന്നും കേട്ടോ. നല്ല സുന്ദരനായിട്ട് ഒരു കുസൃതിയൊക്കെ നിറഞ്ഞ മുഖഭാവത്തോട് കൂടിയിട്ടാണ് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. മുന്തിരിമുടി മാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം തെച്ചി കൊണ്ട്, ഇങ്ങനെ നിറയെ തെച്ചിപ്പൂക്കൾ കൊണ്ടുള്ള ഒരു തിരുമുടിയായിരുന്നു. പിന്നെ ഒരെണ്ണം നന്ദ്യാർവട്ടത്തിൽ നടുക്ക് കുറച്ച് ഭാഗത്തായിട്ട് കുറച്ച് തെച്ചി കോർത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ 3 നിറങ്ങളുണ്ട് കേട്ടോ. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. പിന്നെ 2 ഉണ്ടമാലകളുണ്ട്. അതിൽ ആദ്യത്തെ ഉണ്ടമാല ഭഗവാന്റെ ദേഹത്ത് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്. അത് കുറച്ച് തുളസി കോർത്തിട്ട് പിന്നെ ധാരാളമായിട്ട് തെച്ചി, പിന്നെ തുളസി, പിന്നെ കുറച്ച് താമര കുറച്ചേ ഉള്ളൂ, പിന്നെ തുളസി, പിന്നെ ധാരാളമായിട്ട് തെച്ചിയാണ് കൂടുതലായിട്ട് കോർത്തിരിക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഒരു ഉണ്ടമാലയിൽ താമരയുടെ ഇതിലും തുളസിയും, അതിങ്ങനെ താമര തുളസി അങ്ങനെ മാറി മാറിയിട്ടാണ് കോർത്തിരിക്കുന്നത്. ഇതിന് നടുക്കാണ് നമ്മുടെ കുറുമ്പനായിട്ടുള്ള, കുറേ ദിവസമായി കുറുമ്പൊക്കെ കാണിച്ചിട്ടില്ലേ. അപ്പോൾ ഇന്നലെ കുറുമ്പ് കാണിക്കാമെന്ന് ഭഗവാന് തോന്നിയിട്ടുണ്ട്. അതിന് കുറുമ്പനായിട്ടുള്ള ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നേ. പീലി തിരുമുടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഗോപീതിലക ഉണ്ട്, കാതുപൂക്കളുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു മുഖഭാവം, ഒരു പുഞ്ചിരിയൊക്കെ ഭഗവാന്റെ മുഖത്തുണ്ട്. പിന്നെ 2 മാലകളുണ്ട്. കഴുത്തിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ ഭഗവാനുണ്ട്. പിന്നെ വലത്തേ കൈയിലാണ് വെണ്ണ ഉരുള പിടിച്ചിരിക്കുന്നത്, ഇടത്തേ കൈയിൽ പൊന്നോടുക്കുഴല. അരയിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഇങ്ങനെ മുത്തുകൾ, വലിയ മുത്തുകൾ പോലെയുള്ള കിങ്ങിണിയായിട്ടായിരുന്നു, നന്നായി കാണുന്നുണ്ടായിരുന്നു അത്. പിന്നെ പട്ടുകോണൊക്കെ കൊടുത്തിട്ട് കാൽമുട്ടുകൾ ഇങ്ങനെ മുട്ട് കുത്തിയിരിക്കുക, അങ്ങനെ മടക്കി വെച്ചിരിക്കുക പുറകിലോട്ട്. അപ്പോൾ പുറകിലേക്ക് ഇങ്ങനെ കാലുകളൊക്കെ കാണാനുണ്ട്. അതിൽ കാൽത്തലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അത് നല്ല ഭംഗിയിൽ ഞാൻ നന്നായിട്ട് കാണാനുണ്ട്. ഭഗവാനെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കുസൃതിക്കുട്ടിയായിട്ടായിരുന്നു ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ വെണ്ണയും ഓടക്കുഴലും ഒക്കെ പിടിച്ചിട്ട് കുറുമ്പനായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി ഒന്ന് എല്ലാവരും മനസ്സിൽ കണ്ടുകൊള്ളൂ. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. അങ്ങനെ വെണ്ണയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ നമുക്ക് ഗണപതിയെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. മഞ്ഞ നിറത്തിലാണ് ഗണപതിക്ക് ഉടയാട ഉണ്ടായിരുന്നത്. തുമ്പിലൊരു സ്വർണ്ണപ്പൊട്ടുണ്ട്. കാതുകളിലും ഓരോ സ്വർണ്ണപ്പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. കഴുത്തിലൊരു മാല അണിഞ്ഞിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ ഒരു വെളുത്ത നിറത്തിലൊരു യു ഷേപ്പിൽ അതിന് ഉള്ളിലായിട്ട് ഒരു മഞ്ചാടിക്കുരു, അതിന് മുകളിലായിട്ട് വേറൊരു മഞ്ചാടിക്കുരു.
പിന്നെ കിരീടത്തിന് പകരമായിട്ട് ഒരു കുഞ്ഞു ചന്ദ്രകല സ്വർണ്ണ നിറത്തിൽ, അതാണ് ഗണപതിയുടെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഉത്തരീയം പോലെ ഒരു കസവിന്റെ മുണ്ട് അതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഇങ്ങനെ വന്നിട്ടില്ല, കുറച്ച് ഭാഗങ്ങളിലായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയായിട്ടായിരുന്നു ഇന്നലത്തെ ഗണപതിയുടെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും അതൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിലെ എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് ഏത്തമിട്ടോളൂ. ഇനി ഭഗവതിയെ കാണാനായിട്ട് പോകാം. ഭഗവതി നല്ല തിളങ്ങിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. മഞ്ഞ നിറത്തിലാണ് ഉടയാട, പക്ഷെ അത് മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ടൊന്നും സാധിക്കില്ല. ഈ ഉടയാടയുടെ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് പച്ചയും ചുവപ്പൊക്കെ നിറത്തില ഉടയാടയുടെ വേറെയും ഭാഗങ്ങളുണ്ട് കേട്ടോ. പിന്നെ ചുണ്ടൊക്കെ നല്ല കരിഞ്ചുവപ്പ് നിറത്തിലാണ്. കാതുകളിൽ പൊട്ടുകളുണ്ട്, 2 ഉണ്ട്. പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണ പൂവുണ്ട്. ഒരു കുഞ്ഞൊരു പുഞ്ചിരിയൊക്കെ ഭഗവതിയുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. കിരീടമൊന്നുമല്ല, അവിടെ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഭഗവതിക്ക് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രൂപമൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പൻ്റെ അലങ്കാരം പറയാം. അയ്യപ്പനെ കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല തിളങ്ങുന്ന ഉടയാടയായിരുന്നു. പിന്നെ കഴുത്തിൽ 2 മാല ഇട്ടിട്ടുണ്ട്. സ്വർണ്ണ പൊട്ടുകൾ 2 കാതിലുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ടുണ്ട്. പിന്നെ ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് കേട്ടോ. പിന്നെ 3 തിലകങ്ങൾ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ വിരിച്ചിട്ട് വെക്കില്ലേ, അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കിരീടം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന് മുകളിലൊരു സ്വർണ്ണ പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട്. നല്ല തിളക്കത്തോട് കൂടിയിരിക്കുന്ന അയ്യപ്പൻ തന്നെയായിരുന്നു കേട്ടോ. മുഖച്ചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ചുണ്ടൊക്കെ നല്ല ചുവപ്പിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയായിരുന്നു അയ്യപ്പൻ്റെ അലങ്കാരം. എല്ലാവരും അത് മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ആദ്യം നമുക്ക് ലക്ഷ്മി വിളക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ ലക്ഷ്മി വിളക്ക് ഏതൊക്കെ തരത്തിലുണ്ട് അതിനെക്കുറിച്ചും പറയാം കേട്ടോ. ലക്ഷ്മി ദേവിയുടെ ആ ഒരു ശില്പം അല്ലെങ്കിൽ ഒരു ചിത്രം ഇങ്ങനെ കൊത്തി വെച്ചിട്ടുള്ള ഒരു വിളക്കിനെയാണ് ലക്ഷ്മി വിളക്ക് എന്ന് പറയുക. അത് ഒരു ഭാഗത്തുണ്ടായിരിക്കും, മറുഭാഗത്തായിട്ട് ദീപം തെളിയിക്കുന്നതിനുള്ള ഒരു തിരിയിടുന്നതിനുള്ള ഒരു ഭാഗം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വിളക്കുകൾ 3 തരത്തിൽ പ്രധാനമായിട്ടുണ്ട് കേട്ടോ. അതിലൊന്നാണ് അഷ്ടലക്ഷ്മി വിളക്ക്. നടുവിലായിട്ട് ഗണപതിയുടെ ഒരു ശില്പം പോലെ കൊത്തിവെച്ചിട്ടുണ്ടായിരിക്കും. ചുറ്റിലും അഷ്ടലക്ഷ്മിമാരെയും കൊത്തിവെച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് അഷ്ടലക്ഷ്മി വിളക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണം ഗജലക്ഷ്മി വിളക്കാണ്. നടുക്ക് ലക്ഷ്മി ദേവി ഉണ്ടായിരിക്കും, 2 ഭാഗത്തും ആനയോട് കൂടിയിട്ടുള്ള ഗജലക്ഷ്മി വിളക്ക്. പിന്നെ ഒരെണ്ണം കാമാക്ഷി വിളക്ക് എന്ന് പറയും. അതായത് കാമാക്ഷി ദേവിയാണ് ഉണ്ടാകുക. ഒരു കയ്യിൽ കരിമ്പ് പിടിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കയ്യിൽ താമരയുടെ മൊട്ടുകളും പിടിച്ചിട്ടുണ്ടായിരിക്കും. അതായത് മൊട്ടുകളുടെ ഒരു ഗ്രൂപ്പ്, ഒരു ബഞ്ച് ഓഫ് മൊട്ടുകൾ എന്ന് പറയില്ലേ, അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് കാമാക്ഷി ദീപം എന്ന് പറയുക, കാമാക്ഷി വിളക്ക് എന്ന് പറയുക. ഇതെല്ലാം ലക്ഷ്മി ദേവിയുടെ സങ്കല്പത്തിൽ കൊളുത്തുന്ന വിളക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇത് കൊളുത്തുന്ന രീതികളൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതായത് ലക്ഷ്മി ദേവിയുടെ ആ മുഖത്തായിട്ട് ചന്ദനവും കുങ്കുമവും ഒക്കെ ആദ്യം തൊടിയിക്കണം. അതുപോലെ തന്നെ വിളക്കിൻ്റെ സൈഡിലായിട്ടും താഴെ ആയിട്ടും ഒക്കെ ചന്ദനവും കുങ്കുമവും ഒക്കെ തൊടിയിക്കണം എന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പക്ഷേ ഇത് സാധാരണ ഒരു വിളക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ നിലവിളക്ക്, തൂക്കുവിളക്ക്, കൊടിവിളക്ക് എന്നൊക്കെ പറയുമല്ലോ, അതേപോലുള്ള ഒരു സാധാരണ വിളക്ക് തന്നെയാണ് ഈ ലക്ഷ്മി വിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നിലവിളക്ക് കൊളുത്തുന്ന അതേ ഫലം തന്നെയാണ് ലക്ഷ്മി വിളക്കിനും കൊളുത്തുക. ലക്ഷ്മി ദേവിയുടെ ചിത്രം ഉള്ളത് കൊണ്ടാണ് അതിന് ലക്ഷ്മി വിളക്ക് എന്ന് പറയണത്. അത്രയേ ഉള്ളൂ. നിലവിളക്കിന് മുകളിലൊക്കെ ആയിട്ട് മയിലിൻ്റെ ഒക്കെ രൂപങ്ങൾ ഉണ്ടാവില്ലേ, മയിൽ വിളക്ക് എന്ന് പറയില്ലേ, അതേപോലെ തന്നെയുള്ള പ്രത്യേകതകളാണ് കേട്ടോ. ആ വിളക്കിനല്ല പ്രാധാന്യം, ആ വിളക്ക് കൊളുത്തുക എന്നുള്ളതിനാണ് പ്രാധാന്യം. അതിൽ തിരി തെളിയിക്കുക, അതിൽ ഉപയോഗിക്കുന്ന ദ്രവ്യം, ഇതിനൊക്കെയാണ് പ്രാധാന്യം പറയാറുള്ളത്. ഇപ്പോൾ എണ്ണ ഒഴിച്ച് കത്തിക്കുന്നതും അതേപോലെ നെയ്യ് ഒഴിക്കുന്നതും വ്യത്യാസമുണ്ട്. എണ്ണ ഒഴിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഇങ്ങനെ കരിയും പുകയൊക്കെ വരാൻ സാധ്യതയുള്ളത്. നമ്മുടെ വീടുകളിൽ എണ്ണ കത്തിച്ച് വെക്കുകയാണെങ്കിലും കുറച്ച് പുകയൊക്കെ വരുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നെയ്യാണെങ്കിലോ അതിലൊരിക്കലും കരിയും പുകയൊന്നും ഉണ്ടാവില്ല, നല്ല സുഗന്ധത്തോട് കൂടിയിട്ട് അതങ്ങനെ കൊളുത്തിയിരിക്കും. അപ്പോൾ അതിലൊഴിക്കുന്ന ദ്രവ്യത്തിനാണ് പ്രാധാന്യം എന്ന് പറയാറുണ്ട് കേട്ടോ, വിളക്കിനല്ല. അതായത് ഇപ്പോൾ ഒരു ചെറുനാരങ്ങ അത് 2ആയി മുറിച്ചിട്ട് പിഴിഞ്ഞിട്ട് അതിങ്ങനെ കമിഴ്ത്തിയിട്ട് കുറച്ച് നെയ്യും കുറച്ച് കുങ്കുമവും കൂടെ ചേർത്തിട്ട് ഒരു തിരി തെളിയിക്കുകയാണെങ്കിൽ അതിനെ നാരങ്ങാ വിളക്ക് എന്ന് പറയും. അതും വിളക്ക് കൊളുത്തിൽ തന്നെയല്ലേ. അതൊക്കെ പല ക്ഷേത്രങ്ങളിലും അത് വളരെ വിശേഷമാണ് കേട്ടോ. കാര്യസാധ്യത്തിനായിട്ട് പലവിധ പ്രാർത്ഥനകളുടെയൊക്കെ സാധിപ്പിക്കാനായിട്ട് വളരെ വിശേഷമായിട്ട് നാരങ്ങ വിളക്ക് കൊളുത്തുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെറും നാരങ്ങയാണ്, അത് ഓടുകൊണ്ടോ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഉള്ള വിളക്കൊന്നുമല്ല. അപ്പോൾ അതിനെയും നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുകയാണ്. അതേപോലെ തന്നെ നാളികേരത്തിൽ വിളക്ക് കൊളുത്താറുണ്ടല്ലോ, ഇങ്ങനെ അരിത്തിരി തെറുത്തിട്ട്. അത് ഞാൻ വിഷുക്കണി പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളികേരം മുടച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് അരിത്തിരി വെച്ചിട്ട് വിളക്ക് കൊളുത്തുക എന്നുള്ളത്. അത് നാളികേരത്തിലാണ്, നാളികേരത്തിൻ്റെ ആ ഉറയിലാണ് കൊളുത്തുന്നത്. അതും ഇതേപോലെ തന്നെ ഓടോ സ്വർണ്ണോ വെള്ളിയോ ഒന്നുമല്ല. അപ്പോൾ അതും വിളക്ക് കൊളുത്തലാണ്. ആ ദീപം കാണിക്കണം, ആ വെളിച്ചത്തിനാണ് പ്രാധാന്യം എന്ന് പറയാറുണ്ട്. ഇപ്പം കൽവിളക്കിൽ കൊളുത്താറുണ്ട്. നമ്മൾ ഈ ദൃഷ്ടിദോഷം പറയുന്ന സമയത്ത് അന്തിത്തിരി ഒഴിയുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. അത് പ്ലാവിൻ്റെ ആ ഇലയിൽ വെച്ചിട്ട് തിരി വെച്ചിട്ടാണ് ഒഴിയുക.
അപ്പോൾ അതും ദീപം കാണിക്കലാണ്. അപ്പോൾ ഇലയിലാണ് അത് ചെയ്യുന്നത്, വാഴയുടെ ആ തണ്ടിൽ ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇതെല്ലാം ദീപം തെളിയിക്കലാണ്. അവിടെ വിളക്കിന് എന്തിലാണോ തെളിയിക്കുന്നത് അതിനല്ല പ്രാധാന്യം. കൽവിളക്കിലെ തെളിയിക്കാറുണ്ടല്ലോ, അപ്പോൾ അതിനല്ല പ്രാധാന്യം. നമ്മൾ ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹത്തിനായിട്ട്, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് പ്രാധാന്യം കേട്ടോ. സാധാരണ നിലവിളക്ക് കൊളുത്തുന്ന അതേ ഫലം തന്നെയാണ് ലക്ഷ്മി വിളക്ക് കൊളുത്തിയാലും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി വിളക്ക് കൊളുത്തിയത് കൊണ്ട് കുറച്ച് കൂടുതൽ ഫലം അങ്ങനെയല്ല. ഇതെല്ലാം ഭക്തി, വിശ്വാസമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം എത്രത്തോളം ഇത് സ്ട്രോങ് ആണോ അത്രത്തോളമാണ് അതിന് ഫലം ലഭിക്കുക. അപ്പോൾ പലരും പലതും പറയും, ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതാണ്, ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതാണ്. അങ്ങനെ എല്ലാതും ഓടി നടന്ന് ചെയ്യാൻ നോക്കാതെ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് നല്ല വൃത്തിയായിട്ട്, നല്ല ഭക്തിയോട് കൂടിയിട്ട്, വിശ്വാസത്തോട് കൂടിയിട്ട്, സമർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി പ്രസാദിക്കും. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ പ്രസാദത്തിനായിട്ട് ലക്ഷ്മി വിളക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞിട്ട് നാരങ്ങ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ കുങ്കുമം ഇടണം കേട്ടോ. കുങ്കുമം മഞ്ഞളൊക്കെ ഭഗവതിക്ക് വിശേഷപ്പെട്ടതാണല്ലോ. ആ കുങ്കുമം കുറച്ച് നെയ്യും ഒഴിച്ച് കത്തിക്കുകയാണെങ്കിൽ തന്നെ ലക്ഷ്മി ദേവി പ്രസാദിക്കുന്നതാണ് പറയുക. അപ്പോൾ ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. വിശ്വാസത്തിനാണ് പ്രാധാന്യം, വിളക്കിനല്ല പ്രത്യേകത. വിളക്ക് കൊളുത്തുക അല്ലെങ്കിൽ അതിന് കൊളുത്താനായിട്ട് ഉപയോഗിക്കുന്ന ആ ദ്രവ്യം നെയ്യൊക്കെ ഒഴിക്കുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ഫലമൊക്കെ നമുക്ക് ലഭിക്കുക. പിന്നെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് അത് ഏത് വിളക്കാണെങ്കിലും, ലക്ഷ്മി വിളക്കുള്ളവർക്ക് കൊളുത്താട്ടോ, അത് കൊളുത്തരുത് എന്നല്ല പറയണത്. ഏത് കൊളുത്തിയാലും ഒരേ ഫലം തന്നെയാണ് ലഭിക്കുക എന്നാണ് പറയണത്. തട്ടിൽ വെച്ചിട്ട് വേണം കൊളുത്താനായിട്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളൊരു നാരങ്ങ വിളക്കാണോ കൊളുത്തുന്നത് അതിൽ ലക്ഷ്മി ദേവി പ്രസാദിക്കുന്നതാണ് പറയുക. അപ്പോൾ ആ ദീപത്തിനാണ് പ്രാധാന്യം. അതിന് നമ്മൾ ദീപം എന്നല്ലേ പറയുക, വിളക്ക് എന്നല്ലല്ലോ പറയാറുള്ളത്. അപ്പോൾ ആ ദീപത്തിനാണ് പ്രാധാന്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ചോദ്യം ചോദിച്ച ആൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും കൂടെയുള്ള അറിവിലേക്കായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീജ എന്നൊരു ഭക്തയാണ്. പോക്കുവരവ് എന്ന് പലരും കേട്ടിട്ടുണ്ടായിരിക്കും, അത് സത്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പോക്കുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി പല വീഡിയോസിലും പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഫേക്ക് വീഡിയോസ് ആണ്. വീഡിയോയിലൊന്നും പതിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിശയം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷെ അങ്ങനെയല്ല. ഈ പോക്കുവരവിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കതിനെക്കുറിച്ച് അറിയണ്ടേ. സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം. അപ്പോൾ മുതിർന്നവർക്ക് അല്ലെങ്കിൽ പ്രായമായവർക്കൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. പോക്കുവരവ് എന്നൊരു കാര്യം ഉണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് കാണാത്തത് കൊണ്ട് വിശ്വസിക്കാത്തവരും ഉണ്ട് കേട്ടോ. എന്നാലും അതിനെക്കുറിച്ച് നമ്മൾ പറയാം. ഇപ്പോൾ ക്ഷേത്രങ്ങൾ, തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവിടെയുള്ള ദേവീദേവന്മാർ അതിനടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു, അവർ തിരിച്ച് വരുന്നു. അതിനെയാണ് പോക്കുവരവ് എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ തന്നെ വീടുകൾ, നമ്മുടെ ബന്ധുക്കൾ വീട്, അമ്മാവൻ്റെ അമ്മായിയുടെ ഒക്കെ വീടുകൾ അടുത്തുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ വെറുതെ അവിടെ കുറച്ച് നേരം പോയിരുന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് പോകും. പോയിട്ട് അവിടുന്ന് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വഴി ഉണ്ടായിരിക്കും, അതിൽ കൂടെ ആയിരിക്കും നമ്മൾ എപ്പോഴും പോകുക. അതേപോലെ ഇവർക്കും സ്ഥിരമായി പോകുന്ന ഒരു വഴി ഉണ്ടായിരിക്കും. ആ വഴി കൂടെ അവർ പോയി തിരിച്ചു വരുന്നതിനെയാണ് പോക്കുവരവ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് സാധാരണ മനുഷ്യന്മാരൊന്നും നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന സമയത്തൊന്നും ഇത് സംഭവിക്കാറില്ല. അതാണ് പണ്ടുള്ളവർ, മുത്തശ്ശിമാരൊക്കെ പറയും, നട്ടുച്ച സമയമാണ്, അതിൽ കൂടെ ഒന്നും പോകണ്ട എന്ന് പറയും. അല്ലെങ്കിൽ സന്ധ്യാസമയം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അർദ്ധരാത്രി ഒന്നും പോകരുതെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോക്കുവരവിൻ്റെ സമയങ്ങളാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ ആ ഭാഗത്ത് അവിടെ കിടന്നുറങ്ങരുത് അല്ലെങ്കിൽ അതിൽ കൂടെ പോകരുത് എന്നൊക്കെ പറയണതിൻ്റെ കാരണം, നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ലക്ഷണങ്ങൾ കണ്ടാൽ മാത്രം മതി എല്ലാവരും പേടിക്കുക ചെയ്യുക, അല്ലേ? സത്യം പറഞ്ഞാൽ പേടിക്കുക ചെയ്യുക. അപ്പോൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്നും പോകരുത് എന്ന് പറയണത്. അപ്പോൾ പോക്കുവരവ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ്. ഇപ്പോൾ ചിലയിടത്ത് വളരെ കാലം മുൻപ് ആ ഒരു പ്രദേശത്ത് ക്ഷേത്രം, കാവ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പിന്നീട് അതൊക്കെ ഒന്ന് നോക്കാതെ, അതായത് പൂജകളൊക്കെ മുടങ്ങിക്കിടന്നിട്ട് ആരും കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ അത് ഇല്ലാതായിട്ടും പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ അവിടെയുള്ള ആളുകളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും, അവരത് കൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടായിരിക്കും. അപ്പം അതിനെയാണ് പോക്കുവരവ് എന്ന് പറയുക. അത് കണ്ടിട്ടുള്ളവർ, പഴയ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു തന്നു എന്ന് മാത്രം കേട്ടോ, നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനെയാണ് പോക്കുവരവ് എന്ന് പറയാം. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അത്രേ പറയാനായിട്ടുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ദീപ്തി ഡി എന്നുള്ളൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഈശ്വര തുല്യരായിട്ടുള്ള സന്യാസിമാരെയും
എന്തുകൊണ്ടാണ് ശപിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിമാരെയും മഹർഷിമാരെയും ഇവരൊക്കെ ഈശ്വര തുല്യരെ തന്നെയാണ്, ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ് ചില മഹർഷിമാരൊക്കെ. അപ്പോൾ ഇവരൊക്കെ ശപിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടി തന്നെയാണ്. ഇതൊരു ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞു തരാണെങ്കിൽ കൂടുതൽ മനസ്സിലാകാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഗജേന്ദ്രന്റെ കാര്യം നോക്കൂ. ഗജേന്ദ്രൻ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവായിരുന്നു. അപ്പോൾ ഈ രാജാവ് പോരാ, കുറച്ചും കൂടി നന്നാവണമെന്ന് അദ്ദേഹത്തിന്റെ ഗുരുവാണ് അഗസ്ത്യ മഹർഷിയാണ് അദ്ദേഹത്തെ ശപിച്ചിട്ട് ആനയായി പോകട്ടെ എന്ന് പറഞ്ഞത്. എന്നിട്ട് ആനയായിട്ട്, അതായത് ഗജേന്ദ്രനായിട്ടിരിക്കുന്ന സമയത്താണ് ഭഗവാൻ ഗജേന്ദ്രന്റെ മോക്ഷം നൽകുന്നത്. ഇന്ദ്രദ്യുമ്നായിട്ട് രാജാവായിട്ടിരിക്കുന്ന സമയത്തല്ല മോക്ഷം കിട്ടുക, ഗജേന്ദ്രനായിട്ടിരിക്കുന്ന സമയത്താണ് മോക്ഷം കിട്ടുക. അപ്പൊ നല്ലതല്ലേ സംഭവിച്ചത്? ആ ശാപം കൊണ്ട് ഭഗവാനിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇനിയിപ്പോ കുബേരന്റെ പുത്രന്മാരായിട്ടുള്ള നളകൂബര മണിഗ്രീവന്മാരും ഇവര് ശപിക്കുന്നത് ആരാ? നാരദ മഹർഷിയാ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവരുടെ സ്വഭാവം അത്ര ശരിയായിരുന്നില്ല, അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. വൃക്ഷങ്ങളായി പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശപിച്ചത്. അതും എവിടെയുള്ള വൃക്ഷങ്ങളാ? വെറുതെ കാട്ടിൽ നിൽക്കുന്ന വൃക്ഷങ്ങളല്ല, ഭഗവാന്റെ ഗൃഹത്തിന് മുന്നിൽ നിൽക്കുന്ന വൃക്ഷങ്ങളായി പോകട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്താ? ഇവർക്ക് ഇളകാനായിട്ട് പറ്റില്ല, അവർക്ക് എവിടേക്കും നീങ്ങി പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ എല്ലാ ബാലലീലകളും നിന്ന് കാണാനായിട്ട് അവർക്ക് സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹം വേറെ ആർക്കെങ്കിലും ലഭിക്കുമോ? അങ്ങനെ ഭഗവാന്റെ സ്പർശം കൊണ്ട് ഭഗവാൻ തട്ടിമറിച്ചിട്ടിട്ട് അവർക്ക് മോക്ഷം നൽകുകയാണ് ചെയ്തത്. അപ്പൊ അവരുടെ സ്വഭാവം നന്നാക്കിയിട്ട് അവർക്ക് മോക്ഷം ലഭിച്ചു. അതാണ് ആ ശാപത്തിലൂടെ ഉണ്ടായത്. ഇനിയിപ്പോ മറ്റൊരു ശാപത്തെ കുറിച്ച് കേൾക്കാം. അതായത് സനകാദികള് ശപിച്ചു. ആരെ? ജയവിജയന്മാരെ ശപിച്ചു. 3 ജന്മങ്ങളിൽ അസുരന്മാരായി പോകട്ടെ. ഇത് സജ്ജനനിന്ദയായിരുന്നു അവിടെ കാരണം. അത് നിന്ദിക്കാൻ എന്തായ കാരണം? അവർക്ക് അത്രയ്ക്ക് അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് അത്രയ്ക്ക് എന്താ പറയാ, അവരെ ബഹുമാനിക്കണം തോന്നിയില്ല സനകാദികളെ. അതുകൊണ്ടാണല്ലോ ശപിച്ചത്. 3 ജന്മങ്ങള് അസുരന്മാരായി പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ അടുത്താണ് നമ്മൾ ആ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു ഫലം? 4 അവതാരങ്ങൾ നമുക്ക് ലഭിച്ചു ഭഗവാന്റെ. അതും കൂടെ നല്ല കാര്യമല്ലേ? എന്നിട്ട് അവസാനം ഭഗവാനിലേക്ക് എത്തി. അപ്പൊ ഈ ശാപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ? ഇതിന്റെ ഒക്കെ അവസാനം ഈശ്വര സാക്ഷാത്കാരാണ് ഉണ്ടാകുന്നത്. ഈ ശാപം ഉപകാരപ്പെടുന്നതായിട്ട് കാണാം. ഇതിനെ നമ്മുടെ അടുത്തും പറയുന്നത്. അതുകൊണ്ടാണ് മഹർഷിമാരെ അവരെ ഈശ്വര തുല്യരായിരുന്നിട്ട് കൂടി ശപിക്കുന്നത്. ആ ശാപം കിട്ടുന്നവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അടുത്തത് നിഷ സജീവ് എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. ഈ ജനനമാസത്തിലെ തലമുടി വെട്ടാനായിട്ട് പാടില്ല എന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന്. അപ്പം അതേക്കുറിച്ച് പറയാം കേട്ടോ. ജനനമാസത്തിൽ മാത്രമല്ല, ചൊവ്വ വെള്ളി ദിവസങ്ങളിലെ, അതേപോലെ തന്നെ വാവ് ദിവസങ്ങളിലെ, ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും മുടി വെട്ടാനായിട്ട് പാടില്ല എന്ന് പറയും. ഈ തലമുടി തന്നെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണെന്നാണ് പറയുക. അത് തലയിലിരിക്കുമ്പോൾ മാത്രം കേട്ടോ, വേറെ എവിടെ കണ്ടു കഴിഞ്ഞാലും ഐശ്വര്യം പോകുമെന്നാണ് പറയുക. അപ്പോൾ മുടി വെട്ടിക്കഴിഞ്ഞാൽ ഐശ്വര്യം മുറിച്ചു കളയുക എന്നുള്ള ഒരു രീതിയാണല്ലോ. അതുകൊണ്ടാണ് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്നും മുടി വെട്ടരുത്, തലമുടി മുറിക്കരുത് എന്ന് പറയാറുള്ളത് കേട്ടോ. ഞാൻ മുൻപ് ക്ഷേത്രങ്ങളിലെ തലമുടി അഴിച്ചിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം തന്നെയായിരുന്നു ഐശ്വര്യം ഇല്ലാതാകുന്നാണ് പറയുക. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. ഐശ്വര്യം ഇല്ലാതെ ആകുന്നത് കൊണ്ട്, ഐശ്വര്യം ഇല്ലാതെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ജനനമാസങ്ങളിലാണെങ്കിലും അതേപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വാവിനൊന്നും തലമുടി മുറിക്കരുതെന്ന് പറയാറുള്ളത് കേട്ടോ. ഇനി അടുത്തത് നിഷ എന്ന പേരുള്ള വേറൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുമ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ചോറൂണ് വഴിപാട് നടത്തണം പാടുണ്ടോ, അതോ ഒറ്റ ക്ഷേത്രത്തിലായിട്ട് നടത്തണമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതേക്കുറിച്ച് പറയാം കേട്ടോ. സാധാരണ ചോറൂണ് സാധാരണയാണ് കൂടുതൽ പേരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടത്തണം എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ അതൊരാളാവും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത്, അമ്മയുടെ വീടിൻ്റെ അടുത്ത്, ഇത് അമ്മായിയുടെ പ്രാർത്ഥന, അമ്മാവൻ്റെ പ്രാർത്ഥന, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ചോറ് കൊടുക്കാന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല. നമ്മൾ ആദ്യം എവിടെ വെച്ചിട്ട് കൊടുക്കാം എന്ന് പ്രാർത്ഥിച്ചിട്ട്, ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം അവിടെ തന്നെ കൊടുക്കണം. അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചോറൂണ് അല്ലെങ്കിൽ അന്നപ്രാശം എന്ന് പറയാം. പിന്നെ ഉള്ളത് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാം. സാവധാനത്തിൽ നമുക്ക് സൗകര്യം പോലെയൊക്കെ പോയിട്ട് കൊടുക്കാം കേട്ടോ. അത് വഴിപാട് നേർന്നത് കൊണ്ട് നമ്മളത് ചെയ്തിരിക്കണം, അത്രയേ ഉള്ളൂ. എവിടുത്തെ സ്ഥലത്ത് വഴിപാട് നേർന്നിട്ടുണ്ടെങ്കിലും അത് ചെയ്തിരിക്കണം എന്നേ ഉള്ളൂ. ആദ്യമായിട്ട് കൊടുക്കണം എന്ന് എവിടെ വെച്ചിട്ടാണ്, എവിടെ കൊടുക്കണം എന്നാണോ പ്രാർത്ഥിച്ചത് അത് തന്നെ ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്മൾ പ്രാർത്ഥിച്ച സ്ഥലത്തൊക്കെ പോയിട്ട് ചെയ്യാം കേട്ടോ. ചോറൂണ് കൊടുക്കുക എന്നുള്ളത് ആ ഒരു പ്രാധാന്യം. അതേപോലെ തന്നെ കുട്ടിയെ കൊണ്ടുപോയിട്ട് തൊഴിയിപ്പിക്കുക, അവിടെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. അത് തുടർച്ചയായിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക, അതിനും കൂടെ പ്രാധാന്യമുണ്ട് കേട്ടോ. അല്ലാതെ ചോറൂണ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പോരരുത്. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കുട്ടികളെ കൊണ്ടുപോവുക, അവരെയൊക്കെ തൊഴിയിക്കുക.
അതും കൂടെ അവിടെ പറയാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നാമജപം കൂടെ പറയാം. ഇന്നലത്തെ നാമജപം 1,88,163. ഇത്രയും നാമങ്ങളാണ് ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും നാമജപം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളും അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.